റീലുകളിലൂടെയും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രചരണങ്ങൾ കാണുന്നുണ്ടെങ്കിലും പ്രചരണം ജനങ്ങൾക്കിടയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് മുതൽ ഇവിടെ മണ്ഡലത്തിൽ ഓടി നടക്കുകയാണ്. നിലമ്പൂർ മൊത്തം എത്തിയോ? അല്ല, ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ടീം വർക്കാണല്ലോ. മാത്രമല്ല ഇവിടെ കണ്ടൊരു പ്രത്യേകത, ഞങ്ങളാരും ഓടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആളുകൾ സജീവമാണ്. ജനങ്ങളൊരു തീരുമാനം എടുത്ത മട്ട UDFൻ്റെ പ്രവർത്തകർ വളരെ ആക്റ്റീവാണ്. അപ്പോൾ എല്ലാ നിലക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു, എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആദ്യം വീടുകളിലേക്ക് എത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി നീങ്ങുന്നു. രാഷ്ട്രീയ കാലാവസ്ഥയും വളരെ അനുകൂലമായി വരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസം. എല്ലാ റീലുകളും സോഷ്യൽ മീഡിയയും ഭരിക്കുന്നത് യുവ നേതാക്കളുടെ ഒരു സാന്നിധ്യമാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ഇപ്പോഴും? അതല്ല, അത് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അവകാശവാദങ്ങളുടെ വലിയ റീലുകൾ ഒക്കെ കെട്ടിപ്പൊക്കിയിരുന്ന ആളുകൾ ഇപ്പോൾ പല കാര്യങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ആ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയാവുന്നത്. ഇപ്പോൾ ദേശീയപാത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്തൊരു വലിയ നഷ്ടമാണ്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നു. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം, ഇനിയും പല സ്ഥലങ്ങളിലും ആശങ്ക, അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്നാൽ ചെയ്യുന്നത് ആ മുതൽ ക്ഷ വരെ ഞങ്ങളല്ല എന്ന് നേരത്തെ ഞങ്ങളാണെന്ന് പറഞ്ഞിരുന്ന റിപ്പോർട്ടും ഞങ്ങളല്ല എന്ന് പറയുന്നവർ ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇവിടെ അത് വളരെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടി മരിച്ചു. എന്താ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് തന്നെ മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ആ മന്ത്രി പറഞ്ഞപ്പോൾ തിരുത്തേണ്ട അവരുടെ പാർട്ടി എന്താ പറഞ്ഞത്? വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്താ നാട്ടിൽ? ഇവിടുത്തെ നിലമ്പൂരിൻ്റെ ഒന്നും വേണ്ട, അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എത്ര നീളത്തിലുള്ള വരിയാണ് ബ്ലോക്കായി കിടക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കേട്ട അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ 9 വർഷമായിട്ട് ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ഒരു അനക്കവും ഉണ്ടായില്ല. അതന്നെ ഞങ്ങളും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിലമ്പൂരിനൊരു മോചനവും നിലമ്പൂരിന് മാറ്റവും ആര്യാടൻ സാറുടെ കാലം അത് തന്നെയായിരുന്നു നല്ലതെന്ന് ആളുകൾ തിരിച്ചറിയാം. UDF ഇനി നല്ലത് നിലമ്പൂരിന് വരുത്തും. നിലമ്പൂരിന് നല്ലത് ഷൗക്കത്താണ്.